മോശമായ ബിദ്അത്തുകൾ രണ്ട് വിധമുണ്ടെന്നും ഒന്ന് സാധാരണക്കാർക്കും അല്ലാത്തവർക്കും അത് ഇസ്ലാമിൻ്റെ ഭാഗമല്ല എന്ന് ബോധ്യമുള്ളതും മറ്റ് ചിലത് സാധാരണക്കാരായ ആളുകൾക്ക് അത് ഇസ്ലാമിൽ പെട്ടതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പ്രയാസമുള്ളതും, ഇങ്ങനെ രണ്ട് തരമുള്ളതിൽ ഒന്നാമത്തെ ഇനത്തിൽ അഥവാ എല്ലാവർക്കും ഇത് ഇസ്ലാമിൻ്റെ ഭാഗമല്ലെന്ന് ബോധ്യമുള്ള ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ പെട്ട ചില കാര്യങ്ങളെ ബഹുമാനപ്പെട്ടവർ ഇവിടെ ഉദാഹരിച്ചു. അതിൻ്റെ ഭാഗമായി അവസാനമായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖുൽതു അദ്ഹാമിൻ ദാലിക വ അമർ, ഈ പറയപ്പെട്ടതിനേക്കാളെല്ലാം മഹാമോശമായ ഒരു ഏർപ്പാട് ഡമസ്കസിന്റെ വടക്കൻ ഭാഗത്തുള്ള സുലൈമാൻ നബിയുടെയോ ദുൽഖർനൈൻ അലൈഹിമുസ്സലാമിൻ്റെയോ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്ന കവാടത്തിനരികെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഏതോ ഒരാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യാത്രക്കാർക്കൊക്കെ വഴി മുടക്കിക്കൊണ്ട് അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ആ പള്ളി നിർമ്മിക്കലോടുകൂടെ അതിലെ പോകുന്ന ആളുകൾക്കൊക്കെ യാത്ര വലിയ പ്രയാസകരമായി, പുറത്ത് ഉള്ളവർക്ക് അകത്ത് കടക്കാനും അകത്തുള്ളവർക്ക് പുറത്ത് കടക്കാനും ഒക്കെ വലിയ പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ ആ പള്ളി നിർമ്മിക്കപ്പെട്ടപ്പോൾ അതിനെ ചില ആളുകൾ പൊളിച്ച് നീക്കുകയും ചെയ്ത ഒരു സംഭവം ബഹുമാനപ്പെട്ടവർ ഇവിടെ ഉദ്ധരിക്കുന്നു. അതോടൊപ്പം മഹാനായ അബൂ ശാമ റഹിമഹുല്ലാ ഈ പള്ളി ഉണ്ടാക്കാൻ കാരണക്കാരായ ആളുകൾക്കെതിരെ ഇവിടെ ദുആ ചെയ്തതായി നമുക്കിവിടെ കാണാൻ സാധിക്കും. വഅഫല്ലാഹു അദാബ മൻ തസബ്ബബ ഫീ ബിനാഇഹി, ഇങ്ങനെ പള്ളി ഉണ്ടാക്കാൻ കാരണക്കാരായ ആൾക്ക് അള്ളാഹു ശിക്ഷ നന്നായി ഇരട്ടിയാക്കി കൊടുക്കട്ടെ എന്നും വഅജ്സല സവാബ മൻ അആന അലാ ഹദ്മിഹി ഇത്തിബാഅൻ ലിസുന്നത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹദ്മി മസ്ജിദിൽ ദിറാർ, മസ്ജിദുൽ ദിറാറിനെ പൊളിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കിയതിനോട് പിൻപറ്റിക്കൊണ്ട് ഈ പള്ളി പൊളിച്ചു മാറ്റിയ ആൾക്ക് അള്ളാഹു പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, നല്ല പ്രതിഫലം നൽകട്ടെ എന്ന് ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ലാ ദുആ ചെയ്യുകയാണ്. എന്തായിരുന്നു മസ്ജിദുൽ ദിറാർ ഉണ്ടാക്കിയതിൻ്റെ പശ്ചാത്തലം എന്ന് നമുക്കറിയാം. ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് പ്രചോദനവും സന്തോഷവും നൽകാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളിയായതുകൊണ്ട് അതിനെ പൊളിച്ചു മാറ്റിയതുപോലെ ഫലം യുൻശറു ഇലാ കൗനിഹി മസ്ജിദൻ, ഈ നിർമ്മിക്കപ്പെട്ടത് പള്ളിയാണല്ലോ എന്ന പരിഗണന വെച്ചുകൊണ്ട് ശറഈ അതിന് യാതൊരു സംരക്ഷണവും നൽകിയില്ല. വഹദമഹു, ശറഈ ആ പള്ളിയെ പൊളിച്ചു മാറ്റി. ലിമാ ഖുസിദ ബിഹി മിൻ സൂഇ വറദ, ആ പള്ളി നിർമ്മിക്കുന്നതിനാലുള്ള ഉദ്ദേശം മോശമായതുകൊണ്ട്. വഖാല അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു നിർദ്ദേശിച്ചു, ലാ തഖും ഫീഹി അബദ, അത് പള്ളിയായി നിർമ്മിച്ചതാണെങ്കിലും അത് നിർമ്മിക്കപ്പെട്ട വഴിയും മാർഗവും ഉദ്ദേശവും നല്ലതല്ലാത്തത് കൊണ്ട് ആ പള്ളി വെച്ച് നിങ്ങൾ ഒരു കാലത്തും നിസ്കരിക്കരുത് എന്ന് അള്ളാഹുവിനോട് ഞാൻ അവൻ്റെ സംരക്ഷണത്തെ തേടുന്നു. മിൻ കുല്ലി മാ യുഖാലിഫു റിളാഹു അൻ ലാ യജഅലനാ മിമ്മൻ അളല്ലഹു ഫത്തഖദ ഇലാഹു ഹവാഹു, അള്ളാഹു വഴി പിഴപ്പിക്കുകയും സ്വന്തം ഇച്ഛയെ ഇലാഹാക്കി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടുത്താതിരിക്കാനും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാത്ത എല്ലാ മാർഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും നാം അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ അധ്യായം ബഹുമാനപ്പെട്ടവർ ഇവിടെ അവസാനിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ആർക്കെങ്കിലും തോന്നിയതിൻ്റെ പേരിലോ സ്വപ്നം കണ്ടതിൻ്റെ പേരിലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മഹാൻ്റെ മക്ബറയുണ്ടെന്നോ അതല്ലെങ്കിൽ അവിടെ പുണ്യസ്ഥലമാണ് എന്നോ ഒരാൾക്ക് തോന്നിയതിൻ്റെ പേരിൽ ആ സ്ഥലത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് ഇസ്ലാമികമല്ല എന്ന് സാധാരണക്കാർക്കും അല്ലാത്തവർക്കും മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ലാ ഈ വരികളിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ്. നമ്മുടെ നാടുകളിലും പരിസരങ്ങളിലും ഊരും പേരും അറിയാത്ത എത്രയോ സ്ഥലങ്ങളെ വലിയ പുണ്യ കേന്ദ്രങ്ങളാക്കി കൊണ്ടു നടക്കുകയും അവിടെ വഴിപാടുകൾ നടത്തുന്നതും അവിടേക്ക് നേർച്ച ചെയ്യുന്നതും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് ബുദ്ധിയുള്ള പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇത്രയും മതി എന്ന് നാം മനസ്സിലാക്കുന്നു. ഇതുവരെ ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ലാ വിവരിച്ചത് ഊരും പേരും തിരിയാത്ത ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് പുണ്യസ്ഥലങ്ങളെ ഉണ്ടാക്കുന്നതിനെയാണ്. അതുകൊണ്ട് മഹാന്മാരാണെന്ന് നമുക്ക് വ്യക്തമായാൽ അവിടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിനോ അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനോ യാതൊരു തടസ്സവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ നാളെ
ന്യായീകരണ തൊഴിലാളികൾ വരാനിടയുള്ളതുകൊണ്ട് ഇത് സംബന്ധിച്ച് മഹാന്മാരായ ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാരും പരിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാതാക്കളും എന്താണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ചർച്ച ചെയ്തതിന് ശേഷം അടുത്ത അധ്യായമായ സാധാരണക്കാർക്ക് നല്ല കാര്യമാണെന്ന് തോന്നിപ്പോകുന്ന യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഗമല്ലാത്ത വിഷയങ്ങളെ ഇൻഷാ അള്ളാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഹിദായത്തിൻ്റെ വഴി നമുക്ക് തെളിച്ചു തരട്ടെ.